നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. സൗത്ത് ചൈന കടലിൽ ചൈനയുമായി അതിർത്തി പങ്കിടുന്ന ഒരു കൊച്ചു രാജ്യമാണ് ഫിലിപ്പൈൻസ്. എന്നാൽ ആ മേഖലയിലെ മുഴുവൻ സമുദ്രവും തങ്ങളുടെ ഭാഗമാണെന്ന നിലപാടാണ് ചൈന എടുക്കുന്നത്. അതിനാൽ തന്നെ ചൈനയുമായി സ്ഥിരം സംഘർഷത്തിലാണ് ഫിലിപ്പൈൻസ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഫിലിപ്പൈൻസിന്റെ ഒരു കൊച്ചു മീൻപിടുത്ത കപ്പലിനെ തങ്ങളുടെ അതിർത്തി കടന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജലപീരങ്കി ഉപയോഗിച്ച് ചൈന തേജോവധം ചെയ്ത വാർത്ത പുറത്തു വന്നത്. കൃത്യമായ സൈനിക ശക്തിയൊന്നുമില്ലാത്ത ഒരു കൊച്ചു രാജ്യമായതുകൊണ്ട് തന്നെ എന്തും ചെയ്യാം എന്ന ഭാവമാണ് ചൈനയ്ക്ക്. എന്നാൽ ഇതിനൊക്കെ അന്ത്യമായിരിക്കുകയാണ് ഇന്നലെയോടുകൂടി. ഇന്ത്യയുടെ വജ്രായുധമായ ബ്രഹ്മോസ് മിസൈലുകൾ ഫിലിപ്പൈൻസിന് കൈമാറിയതായുള്ള വാർത്തയാണ് ഇന്നലെ പുറത്തു വന്നിരിക്കുന്നത്. ഇതോടുകൂടി അക്ഷരാർത്ഥത്തിൽ വിറച്ചിരിക്കുകയാണ് ചൈന. ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരിയായ മിസൈലുകളിൽ ഒന്നായാണ് ഇന്ത്യയുടെയും റഷ്യയുടെയും സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് അറിയപ്പെടുന്നത്. ഇനി ഫിലിപ്പൈൻസിനെ പോയി ശല്യപ്പെടുത്താൻ ചൈന എന്തായാലും 2 തവണ ചിന്തിക്കും എന്ന് ഉറപ്പാണ്. DRDOയുടെ വെബ്സൈറ്റ് പ്രകാരം നിലവിലുള്ള സബ്സോണിക് ക്രൂയിസ് മിസൈലുകളുടെ ഇടയിൽ അവരെക്കാൾ 3 മടങ്ങ് വേഗതയും ഏതാണ്ട് 3 മടങ്ങ് വരെ ഫ്ലൈറ്റ് റേഞ്ചും ഏതാണ്ട് 9 മടങ്ങ് കൈനറ്റിക് എനർജിയുമാണ് ബ്രഹ്മോസിലുള്ളത്. 290 കിലോമീറ്റർ ഫ്ലൈറ്റ് റേഞ്ചുള്ള ബ്രഹ്മോസിന് നിലവിൽ അറിയപ്പെടുന്ന ഒരു രാജ്യത്തിന്റെയും സംവിധാനങ്ങൾക്ക് ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ് DRDO വ്യക്തമാക്കുന്നത്. 5 അടി മുതൽ 15,000 അടി ഉയരത്തിൽ വരെ പറക്കാനുള്ള കഴിവും ബ്രഹ്മോസിനുണ്ട്. ഇത് ബ്രഹ്മോസിനെ അത്യന്തം അപകടകാരിയാക്കുന്നു. 2022 ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ച $375 മില്യൺ കരാറിന്റെ ഭാഗമായാണ് ഫിലിപ്പൈൻസിന് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ ഇന്ത്യ കൈമാറിയിരിക്കുന്നത്. അമേരിക്കൻ നിർമ്മിതമായ വിമാനമായ C-17 ഗ്ലോബ് മാസ്റ്ററിലാണ് ഇന്ത്യൻ വ്യോമസേന ബ്രഹ്മോസ് മിസൈലുകൾ ഫിലിപ്പൈൻസിന്റെ മറൈൻ കോപ്സിന് എത്തിക്കുന്നതിനായി ഫിലിപ്പീൻസിലേക്ക് അയച്ചത്. ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ സംവിധാനത്തിലുള്ള ഗ്രൗണ്ട് സിസ്റ്റങ്ങളുടെ കയറ്റുമതി കഴിഞ്ഞ മാസം തന്നെ ആരംഭിച്ചിരുന്നു. ദക്ഷിണ ചൈന കടലിൽ അടിക്കടിയുള്ള ഏറ്റുമുട്ടലുകൾ കാരണം ഫിലിപ്പൈൻസും ചൈനയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായ സമയത്താണ് ഫിലിപ്പൈൻസിന് ഇന്ത്യൻ മിസൈൽ സംവിധാനങ്ങൾ കൈമാറുന്നത്. ഇത് ഫിലിപ്പൈൻസിനും ചൈനയും തമ്മിലുള്ള സംഘർഷത്തെ എങ്ങനെ സ്വാധീനിക്കും എന്ന് നിരീക്ഷിക്കുകയാണ് നിലവിൽ ലോകരാജ്യങ്ങൾ. ബ്രഹ്മോസ് മിസൈൽ സംവിധാനത്തിന്റെ 3 ബാറ്ററികൾ ഫിലിപ്പൈൻസ് അവരുടെ തീരപ്രദേശങ്ങളിൽ വിന്യസിക്കും എന്നാണ് ലഭ്യമാകുന്ന വിവരം. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.